ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു വെജ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായിട്ടൊരു കുക്കർ വെച്ച് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് ഒന്നിളക്കി കൊടുക്കുക. കൂടെ തന്നെ 2 സവാള അരിഞ്ഞതും കൂടി ചേർക്കുക. സവാള ഒന്ന് വഴണ്ട് കിട്ടാനായി കൂടെ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ശേഷം നമ്മൾ ഒരു തക്കാളി ഇതിലേക്ക് ചേർക്കുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എരിക്കാവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം വഴണ്ട് വരുമ്പോഴത്തേക്കും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നവരെ ഇളക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാം. ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഫ്രോസൺ ഗ്രീൻ ബീൻസും കുറച്ച് സോയ ചങ്ക്സും കൂടിയാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അരിക്കാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് അരിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇടുന്നത്. ഈ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഉപ്പുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അങ്ങനെ അരിയൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെജ് ബിരിയാണി റെഡിയായി കഴിയും. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മണമുള്ള അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.